ഒരുവൻ 1000 ജുറ്റ്സുവിൽ പ്രാവീണ്യം നേടിയപ്പോൾ മറ്റൊരാൾ സ്വന്തം ശരീരത്തെ തന്നെ ഒരു ആയുധമാക്കി മാറ്റി. അതെ, ദുരന്തങ്ങളുടെ കൊടുമുടിയിൽ ജനിച്ച ഒരു പ്രതിഭയും അനന്തമായ പരിശ്രമത്തിലൂടെ കെട്ടിച്ചമച്ച ഒരു യോദ്ധാവും. ഇതേ അവർ തന്നെ കാലാന്തരത്തിൽ കൃത്യതയോടെ പോരാടുന്ന കോപ്പി നിഞ്ചയും ദ ലീഫിന്റെ ബ്ലൂ ബീസ്റ്റുമായി മാറി. വെറുപ്പാൽ ബന്ധിതരാവാത്ത പതിറ്റാണ്ടുകളായി മൂർച്ച കൂട്ടിയ ബഹുമാനത്തിൽ എതിരാളികളായവർ. രണ്ടുപേർക്കും എടുത്തു പറയുവാൻ തക്ക ഒരു വംശ പരമ്പരയുമില്ല. എന്നാൽ ഇവരുടെ പിതാക്കന്മാരുടെ നാമങ്ങൾ പോലും ലീഫ് വില്ലേജിനെയും എൻ്റയർ ഷിനോബി സിസ്റ്റത്തിനെയും കുലുക്കുന്നവയായിരുന്നു. ഒരുവൻ സാക്ഷാൽ വൈറ്റ് ഫാങ്ങിന്റെ മകനും മറ്റൊരുവൻ 7 നിഞ്ച സ്വർഡ്സ്മെനോട് പൊരുതി നിന്ന മനുഷ്യന്റെ മകനുമായിരുന്നു. ഇൻട്രൊഡ്യൂസിംഗ് കക്കാഷി ഹഡാക്കെ ഓഫ് ദ ലീഫ് ആൻഡ് മൈറ്റ് ഗൈ ഓഫ് ദ ലീഫ്. ഓക്കെ ഫൈൻ. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് സാക്ഷാൽ കക്കാഷി ഹട്ടാക്കെ വേഴ്സസ് മൈറ്റ് ഗൈ എന്ന് പറയുന്ന ആ ഒരു ഫൈറ്റിനെ പറ്റിയാണ്. യെസ്, ഓഫ് കോഴ്സ് ഇവർ തമ്മിൽ ഒരു റൈവൽറി ഉണ്ട്. ബട്ട് ഇൻ ദ ബെസ്റ്റ് കേസ് സിനാരിയോ നമ്മൾ പോലും ഇത് വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല. ബട്ട് ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടായാൽ ആര് ജയിക്കും? അതിനു മുമ്പ് നമുക്ക് കക്കാഷി ഹഡാക്കെ ആരാണെന്നും മൈറ്റ് ഗൈ ആരാണെന്നും ഒരു ചെറിയ വിവരണം കൊടുക്കാം. ഇനിയിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ജസ്റ്റ് ചെക്ക്ഔട്ട് ദി ചാനൽ. ഓരോരുത്തരെ കുറിച്ച് കക്കാഷിയുടെ ഫുൾ പവറും ഓരോ ലെവലിലുള്ള കക്കാഷിയും സെയിം ലൈക്ക് മൈറ്റ് ഗൈ, ഓരോ ഗേറ്റിലുള്ള മൈറ്റ് ഗൈനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ 2 ഡിഫറെൻറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഏതായാലും നമുക്കൊരു ചുരുങ്ങിയ സമ്മറിയിലൂടെ തന്നെ തുടങ്ങാം. കക്കാഷി ഹട്ടാക്കെ വേഴ്സസ് മൈറ്റ് ഗൈ. ഒരു 1-on-1 ബാറ്റിൽ വന്നാൽ ആരിതിൽ ജയിക്കും? അവരുടെ എല്ലാ ബേസ് തൊട്ട് അറ്റ്മോസ്റ്റ് ഫുൾ പവർ ഫോമിൽ വരെ. ഏതായാലും നമുക്ക് നോക്കാം. നാറുട്ടോയിലെ ഗ്രേറ്റസ്റ്റ് ഡിബേറ്റ് തന്നെയാണെന്ന് വേണേൽ പറയാം. കക്കാഷിനെ ആണെങ്കിലോ ജീനിയസ്, ഒരു ഹാക്സ് സ്ട്രാറ്റജി ഉള്ള ഒരു മനുഷ്യൻ. ഗൈ ആണെങ്കിൽ റോ ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് എവറി വേർഷൻ ഓഫ് കക്കാഷി ആൻഡ് ഗൈ, എവറി പവർ, ബാറ്റിൽ ഐക്യു, സ്പീഡ്, സ്റ്റാമിന, ഏറ്റവും കാനോൺ ആയിട്ടുള്ള ഫീറ്റ്സ്, ഫൈനലായിട്ട് നമ്മുടെ ഒരു കൺക്ലൂഷൻ. ആൻഡ് ഓഫ് കോഴ്സ് ഇത് ഞാൻ നറൂട്ടോ സീരീസ് കണ്ടതിലും വായിച്ചതിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കും. സോ നോ വറീസ്, ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രിറ്റിസൈസ് ചെയ്യാം. സോ ആദ്യം തന്നെ നമുക്ക് കക്കാഷി ഹട്ടാക്കേനെയും പറ്റിയും ഗൈഡിനെയും പറ്റിയും ജസ്റ്റ് ഒരു ക്വിക്ക് ഓവർവ്യൂ നോക്കാം. കക്കാഷി ഹട്ടാക്കയെ പറ്റി പറയുകയാണെങ്കിലോ, ദ കോപ്പി നിഞ്ച, ദ മാൻ ഹു കോപ്പീഡ് 1000 ജുറ്റ്സു. ആ ഒരു സീരീസിൽ പുള്ളിനെ അറിയാത്തതായിട്ട് ആരും തന്നെയില്ല. അത്രത്തോളം മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന കക്കാഷി ഹട്ടാക്കെ. സ്റ്റുഡൻറ് ഓഫ് മിനാട്ടോ നാമിക്കാസെ, ദ ലെജൻഡറി മിനാട്ടോ. ഷാരിംഗന്റെ മാസ്റ്ററാണ്, ജീനിയസ് ലെവൽ ഇന്റലക്റ്റ് ഉള്ള ഒരാളാണ്, മാസ്റ്റർ സ്ട്രാറ്റജിസ്റ്റുമാണ് കക്കാഷി. ഇനി നമുക്ക് എലൈറ്റ് അസാസിനേഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ എടുത്തു കൊടുക്കേണ്ടതില്ലല്ലോ. സോ സ്ട്രെങ്ത് എന്ന് പറയുകയാണെങ്കിൽ കക്കാഷിയുടെ വെർസറ്റാലിറ്റി ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, ഒരു ഹാക്സ് എബിലിറ്റി ഉണ്ട്. ജസ്റ്റ് ഒരു ക്വിക്ക് ഓവർവ്യൂ. ഇനി മൈറ്റ് ഗൈയിലേക്ക് നോക്കുകയാണല്ലോ, ദ ബ്ലൂ ബീസ്റ്റ് ഓഫ് കൊണോഹ. യെസ്, ടൈജുട്സു ഇല്ല മോൺസ്റ്റർ. ഒരു നിഞ്ചുട്സു സ്പെഷ്യലൈസേഷനും ഇല്ല. ഇത് സത്യം പറഞ്ഞാൽ ഒരു കുറവായിട്ട് പുള്ളിക്കാരൻ എടുക്കാൻ പോലും പറ്റത്തില്ല. അമ്മാരി ഐറ്റമാണ് പുള്ളി ടൈജുട്സുവിൽ കാണിക്കുന്നത്. പ്യോർ ഫിസിക്കൽ മാസ്റ്ററി ആൻഡ് എലൈറ്റ് 8 ഗേറ്റ് യൂസർ. ഞാൻ എലൈറ്റ് എന്ന് പറയുന്നത് മൈറ്റ് ഡൈ ഉണ്ട്, റോക്ക് ലീ ഉണ്ട്. ബട്ട് നമുക്കറിയാലോ മൈറ്റ് ഗൈഡ് താഴെ തന്നെ ഇരിക്കും. ഇനി നമുക്ക് സ്ട്രെങ്ത് നോക്കുവാണെങ്കിൽ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, റോ കോമ്പാക്ട് പവർ ബിയോണ്ട് കാഗെ ലെവൽ, അത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് കമ്പാരിസൺ തുടങ്ങാം. ജസ്റ്റ് നമ്മുടെ രീതിയിലുള്ള കമ്പാരിസൺ. ബേസ് ഫോം തന്നെ ആദ്യം എടുക്കാം. ബേസ് കക്കാഷിയുടെ എബിലിറ്റീസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഷരിംഗൻ പ്രെഡിക്ഷൻ, ലൈറ്റ്നിങ് ബ്ലേഡ്, ഷാഡോ ക്ലോൺസ്, വാട്ടർ സ്റ്റൈല്, എർത്ത് സ്റ്റൈല്, ഗെൻജിറ്റ്സു, പിന്നെ ടാക്ടിക്കൽ ട്രാപ്സ്. ഇനിയിപ്പോൾ സ്ട്രെങ്ത് ആയിട്ട് നോക്കുകയാണെങ്കിൽ അന്യായ സ്ട്രെങ്ത് എന്ന് പറയുന്ന പുള്ളിയുടെ ഐക്യു തന്നെയാണ്. ബാറ്റിൽ ഐക്യു കക്കാഷിയുടെ വിഷയം തന്നെ. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് ഫൈറ്ററാണ് കക്കാഷി. ഒരു മിഡ് ലോങ് റേഞ്ച് കോമ്പാക്റ്റ് ആണ് പുള്ളി എപ്പോഴും സ്പെസിഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് സീരീസിലും മാങ്കയിലും കാണുവാൻ സാധിക്കും. പുള്ളിയുടെ ആകെയുള്ള ഒരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് ബേസ് ഫോമിൽ തോന്നിയിരിക്കുന്നത് ലോ ചക്ര റിസർവ് ആണ്. കാരണം ആദ്യത്തെ സീരീസിലൊക്കെ നമുക്ക് കാണാം പെട്ടെന്ന് തന്നെ പുള്ളി എക്സോസ്റ്റഡ് ആയി കാണുന്നുണ്ട്. ഇനി നമുക്ക് ബേസ് ഫോമിലുള്ള ഗൈനെ നോക്കിയാലോ, എബിലിറ്റീസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എക്സ്ട്രീം ടൈജറ്റ്സും ഉണ്ട്, മാസീവ് സ്പീഡുണ്ട്, നഞ്ചക് മാസ്റ്ററിയും പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ എൻട്രി ഡൈനാമിക് ആയിരിക്കും, ഇൻക്രെഡിബിൾ ഫിസിക്കൽ ഡ്യൂറബിലിറ്റി, ഫുൾ ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്, അല്ലെങ്കിൽ ടൈജറ്റ്സു ആണ്. അതുകൊണ്ട് തന്നെ ആ സ്ട്രെങ്തിൽ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിൻ്റെ ഡൊമിനൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്.
സ്റ്റാമിനയെ പറ്റി പറയുകയാണെങ്കിൽ പറയേണ്ടതില്ല, അന്യായ പൊട്ടൻഷ്യലാണ്. പുള്ളിയുടെയൊക്കെ ഹാർഡ് വർക്ക് ഈവൻ ജിമ്മിൽ പോലും ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി പ്രഷർ കോമ്പാക്റ്റ് ഉള്ള ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ബേസ് ഗൈ. ആകെ എനിക്ക് വീക്ക്നെസ് തോന്നിയിരിക്കുന്നത് ലിമിറ്റഡ് റേഞ്ച്ഡ് അറ്റാക്സോ ഈ ബേസ് ഗൈക്ക് പറ്റിയിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ്. സോ എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ബേസ് കക്കാഷി വേഴ്സസ് ബേസ് ഗൈ ഒരു ഫൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വിന്നർ കക്കാഷി ആയിരിക്കും. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഷരിങ്കൻ കൗണ്ടേഴ്സ് ഡയറക്റ്റ് ടൈജിറ്റ്സു എന്ന് വേണമെങ്കിൽ പറയാം. സീരീസിൽ കാണിച്ച രീതിയിൽ തന്നെയാണ് ഞാനൊന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെർസറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്ത് പുള്ളിക്കാരൻ്റെ IQ ഉപയോഗിച്ച് ടാക്ടിക്കൽ ഓപ്ഷൻസിലൂടെ ബേസ് ഗൈനെ കീഴ്പ്പെടുത്തുവാൻ കക്കാഷിക്ക് സാധിക്കും. അത് തന്നെ പറയുന്നുണ്ട്. ഈവൻ ഗൈ ഹിംസെൽഫ് അഡ്മിറ്റ്സ് കക്കാഷി ഈസ് ഹിസ് എറ്റേണൽ റൈവൽ ബിക്കോസ് ദേ ആർ ക്ലോസ് ഓവറോൾ എന്ന് പറയുന്നുണ്ട്. ബട്ട് ഇൻ പ്യൂർ ബേസിൽ എനിക്ക് തോന്നുന്നു ബേസ് ഫൈറ്റിൽ കക്കാഷിക്കാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. ഇനി നമുക്ക് മിഡ് ടയർ ഫോംസിൽ നോക്കാം. ഞാൻ ഈ മിഡ് ടയർ ഫോംസ് എന്ന് പറയുന്ന ഏകദേശം ഒരു മൂർധന്യ അവസ്ഥയെന്ന് തന്നെ കൂട്ടിക്കോ കേട്ടോ. അതായത് വാറാർക്ക് കക്കാഷി എന്ന് പറയുമ്പോൾ മാസീവ് ഇംപ്രൂവ്മെന്റ് ആണ് ബേസ് കക്കാഷിയിൽ നിന്ന് വന്നിട്ടുള്ളത്. കാമുയി മാസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഫാസ്റ്റർ ആക്ടിവേഷൻ സംഭവിച്ചിട്ടുണ്ട്, ബെറ്റർ സ്റ്റാമിന വന്നിട്ടുണ്ട്, ലൈറ്റ്നിങ് കേബിൾ ഉണ്ട്, കാമുയി സ്നൈപ്പിംഗും ഉണ്ട്. ഇപ്പൊ കക്കാഷി എന്ന് പറയുന്ന ഒരു കാഗെ ലെവൽ ഇലൈറ്റ് ആണ്. അതേസമയം നമ്മുടെ 6th and 7th ഗേറ്റ് ഗൈനെ പറ്റി പറയുകയാണെങ്കിലോ, 6th ഗേറ്റ് ഗൈ എന്ന് പറയുമ്പോൾ മാസീവ് സ്പീഡും മോർണിംഗ് പീക്കൊക്കെ ഓൾറെഡി ഉള്ള ഒരു പുള്ളിയാണ്. അതിൻ്റെ കൂടെ ഇനി 7th ഗേറ്റും കൂടെ ആവുമ്പോൾ ഡേ ടൈം ടൈഗറാണ് പുള്ളി, ഷോക്ക് വേവ് അറ്റാക്കാണ് പുള്ളിക്കുള്ളത്, ഐലൻഡ് ലെവൽ ഡിസ്ട്രക്റ്റീവ് കേപ്പബിലിറ്റിയാണ് പുള്ളിക്കുള്ളത്. അതായത് 7th ഗേറ്റിൽ മോസ്റ്റ് കാഗെ ഫിസിക്കലി നമ്മുടെ ഗൈ സർപ്രൈസ് ചെയ്യും. അതായത് ഗൈ സർപ്രൈസസ് മോസ്റ്റ് കാഗെ ഫിസിക്കലി എന്നാണ് എനിക്ക് തോന്നുന്നത് 7th ഗേറ്റിൽ തന്നെ. അപ്പോൾ ഈ ഒരു ടൈമിൽ കക്കാഷി കാഗെ ലെവലായിട്ടാണ് എൻ്റെ രീതിയിൽ ഞാൻ കാണുന്നത്. അങ്ങനെ ആവുമ്പോൾ മിഡ് ടയർ വെർഡിക്റ്റിൽ എനിക്ക് തോന്നുന്നത് ഗൈ തന്നെയാണ് 7th ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടുള്ള ഗൈ. അതിൻ്റെ റീസൺ ഒന്നും തന്നെ ഉള്ളൂ, ഫിസിക്കൽ പവർ 2 ഓവർവെൽവിങ് ആണ് ഗൈക്ക്. ആ ഒരു ഹിരുഡോറ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഡേ ടൈം ടൈഗർ, അതൊരു ഡെവാസ്റ്റേറ്റിംഗ് ടെക്നിക്കാണ്. കക്കാഷി എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യും ആ ഒരു ഡയറക്റ്റ് പ്രഷറിൽ. അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഞാൻ കൊടുക്കുന്നത് ഗൈക്ക് തന്നെയാണ്. ബട്ട് സ്റ്റിൽ കക്കാഷിക്ക് കാമുയി ഹാക്സ് എബിലിറ്റീസ് ഉണ്ട്, ടാക്ടിക്കൽ പോസിബിലിറ്റീസ് ഉണ്ട്, തള്ളിക്കളയാൻ പറ്റത്തില്ല. ബട്ട് എൻ്റെ രീതിയിൽ ഇതിലെ അഡ്വാൻറ്റേജ് ഗൈക്ക് തന്നെയാണ്. സോ മെജോറിറ്ററിലി ഗൈ വിൻ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പക്ഷം. ഇനി നമുക്ക് ഫൈനൽ ഫോംസിലേക്ക് കടക്കാം. This is where the debate becomes legendary. DMS കക്കാഷി, ഡ്യുവൽ മാംഗക്യോ ഷെരിങ്കൻ ഉള്ള കക്കാഷി വേഴ്സസ് 8th ഗൈറ്റ് ഗൈ. ഈ സത്യം പറഞ്ഞ ഒരു ലെജൻഡറി ഡിബേറ്റ് തന്നെയാണ്. ആദ്യം DMS കക്കാഷിയെ പറ്റി പറയാം. ക്യാരക്ടർ റെഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ അറിയാലോ, ഒബിറ്റോ ഉച്ചിഹയുടെ പവർ കിട്ടുന്ന ആ ഒരു കക്കാഷി. ഇത്തവണ പെർഫെക്റ്റ് സുസാനോ, അതാണ് ഏറ്റവും ട്രംപ് കാർഡ്. പെർഫെക്റ്റ് സുസാനോ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാമുയി ഷുരിക്കനുണ്ട്, ഇൻടാഞ്ചിബിലിറ്റി, ദേഹത്ത് കൊള്ളത്തില്ല, ഫൈറ്റ് ഭയങ്കരമായിരിക്കും, എല്ലാ രീതിയിലുള്ള എൻഹാൻസ്മെൻറ്റും കിട്ടും, പിന്നെ സ്പേസ് ടൈം ഹാക്സും കിട്ടും. ഈ ഒരു വേർഷനിലാണ് നമ്മുടെ കാഗുയ എന്ന് പറയുന്ന ദൈവത്തെ പോലും കക്കാഷി ഡാമേജ് ചെയ്യിപ്പിച്ചത്. ഇവിടെ നിയർ 6th path ടയർ ടെമ്പററി കക്കാഷിക്ക് കിട്ടിയെന്ന് പറയാം. 6th path ലെവൽ ഞാൻ പറയുന്നില്ല, നിയർ 6th path ലെവൽ ടെമ്പററി കിട്ടി. ഇനി നമുക്ക് 8th ഗേറ്റ് ഓപ്പൺ ആയിട്ടുള്ള മൈറ്റ് ഗൈയെ നോക്കിയാലോ, അല്ലെങ്കിൽ നൈറ്റ് ഗൈയെ നോക്കിയാലോ. ഇതാണ് ഗൈയുടെ അൾട്ടിമേറ്റ് ഫോം. ഈ ഒരു എബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ സ്പേസിനെ സ്പീഡ് വെച്ച് ബെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിയർലി അൺടച്ചബിൾ മൂവ്മെൻ്റ് ആണ്, തൊടാൻ പറ്റത്തില്ല. റെഡ് വേപ്പർ ഓറയാണ്. നമുക്കറിയാം ആ ഒരു മാതൃയായിട്ടുള്ള ഒരു ഫൈറ്റിൻ്റെ ടൈമിൽ ദേഹത്തിൽ നിന്ന് പുറപ്പെടുപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു റെഡ് വേപ്പർ. അത് കഴിഞ്ഞ് നൈറ്റ് ഗൈയുടെ കിക്കും. എൻ്റെ മോനെ, ഇതിൽ എന്നും പറയാനില്ല. ഫീറ്റ് എന്ന് പറയുന്ന പുള്ളിയുടെ കാനോണിക് ഫീറ്റ് എന്ന് പറയുന്നത് നിയർലി കിൽഡ് 10 tails മാതൃ. ഞാൻ പറയുന്നത് മാതൃയുടെ പെർഫെക്റ്റ് സുസാനോ ഷരിങ്കൻ എല്ലാ ഡ്യുവലും മാങ്കക്ക് ഷരിങ്കനുള്ള മാതൃേനെയല്ല, 10 tails ഉള്ള മാതൃേനെ ഏകദേശം അടിച്ച്, അതെന്താ അവൻ തന്നെ പറയുന്നുണ്ട്, ഇനി ഒരു അടിയും കൂടെ കിട്ടി എനിക്ക് താങ്ങാൻ പറ്റത്തില്ലെന്ന്. അതായത് മാതൃയുടെ പ്യൂർ ഫോമിൽ ഉറപ്പായിട്ടും ഗൈനെ അറ്റാക്ക് ചെയ്ത് തോപ്പിക്കുവാൻ പറ്റത്തില്ല 8 ഗൈ ഉള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡോൺ കോൺട്രി, മാതൃ പവർലെസ് ആണെന്നല്ല ഞാൻ പറയുന്നത്, 10 tails മാതൃേനെയാണ് അടിച്ചിട്ടത്. സാധാ മാതൃയുടെ ഏറ്റവും ഉച്ചസ്ഥാനിയിലുള്ള അവസ്ഥയായിരുന്നെങ്കിൽ പുള്ളി ചത്തേനെ, നോ ഡിബേറ്റ് അബൌട്ട് ദാറ്റ്. സോ ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ 8th ഗേറ്റ് ഗൈ എന്ന് പറയുന്നത് മാതൃ ഹിംസെൽഫ് ഡിക്ലെയർഡ്, മാതൃ ഡിക്ലെയർ യു ആസ് ദ സ്ട്രോങ്ങസ്റ്റ്, വൺ ഓഫ് ദി ടോപ്പ് ഗൂസ്ബംസ് മൊമെന്റ്സ് ഇൻ ദ എൻറ്റയർ സീരീസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സോ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുള്ളൂ. ഫൈനൽ ഫോം കമ്പാരിസൺ രീതിയിൽ നോക്കുകയാണെങ്കിൽ റോ പവറിൽ 8th ഗേറ്റ് നൈറ്റ് ഗൈ തന്നെയാണ് വിന്നർ. റീസൺ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫിസിക്കൽ അറ്റാക്ക് പവറാണ്. ഇതിൻ്റെ മൂർധന്യാവസ്ഥ ഇല്ല വേറെ. സ്പേസിനെ തന്നെ ഡിസ്റ്റോർട്ട് ചെയ്യുക, ഒന്ന് ഓർത്ത് നോക്കിയേ. പിന്നെ മാതൃയെ പോലെയുള്ള 10 tails ജൂബി മാതൃനെ പോലെയുള്ള ആ ഒരു ക്യാരക്ടറിനെ നിയർലി
ഇറേസ് ചെയ്യുവാൻ മൈറ്റ് ഗൈക്ക് സാധിച്ചു. ഇനിയിപ്പം ഹാക്സും വെർസറ്റാലിറ്റി രീതിയിൽ നോക്കുകയാണെങ്കിൽ DMS കക്കാഷിനെ തന്നെ പറയാം. കാരണം ഡ്യൂറബിലിറ്റി എന്ന് പറയുന്ന സാധനത്തിനെ കാമോയി വെച്ച് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ഇൻടാഞ്ചിബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ അറ്റാക്ക് ഒന്നും ദേഹത്തിൽ കൊള്ളത്തില്ല. സുസാനോ ഉള്ളതുകൊണ്ട് തന്നെ ഡിഫെൻസീവ് കവറും ഓഫൻസീവ് കവറും കക്കാഷിക്ക് കിട്ടുന്നുണ്ട്. ലോങ് റേഞ്ച് ആയിട്ടുള്ള അറ്റാക്സും ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഏറ്റവും നന്നായിട്ട് സുസാനോ കാസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുവാൻ അറിയാവുന്ന ഉച്ചീഹ വംശത്തിന്റെ തലതൊട്ടപ്പനെയാണ് ടെൻടെയിൽസ് ജൂബി ഫോമിൽ മൈറ്റ് ഗൈ അടിച്ച് താഴെയിട്ടത്. സോ ഒന്ന് ഓർത്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലോ ഗൈയുടെ സ്പീഡ് എന്ന് പറയുന്നത് അബ്സേർഡാണ് 8th ഗേറ്റിൽ. സോ ഒരു രീതിയിലും നമുക്ക് സ്പീഡിലൊന്നും കക്കാഷിനെ ഉൾപ്പെടുത്താൻ പോലും പറ്റില്ല. ഇനിയിപ്പോൾ ഡിഫൻസ് രീതിയിൽ നോക്കുകയാണെങ്കിൽ അതിൽ കക്കാഷിക്ക് ഒരു ഇത് വരും. കാരണം ഇൻടാഞ്ചിബിൾ ആണല്ലോ, അറ്റാക്ക് ദേഹത്ത് കൊള്ളത്തില്ല. സുസാനോടെ ആർമറും ഉണ്ട്, കാമുയി ഫേസിങ്ങും ഉണ്ട്. സോ ഡിഫൻസിലെ അഡ്വാൻറ്റേജ് ഞാൻ പറയുന്നത് കക്കാഷിക്ക് തന്നെയാണ്. ബാറ്റിൽ ഐക്യൂലും കക്കാഷിക്ക് വേണമെങ്കിൽ പറയാം ഒരു രീതിയിൽ. കാരണം അറ്റാക്ക് ദേഹത്ത് കൊണ്ടാ ചത്തു, പക്ഷെ അത് കൊള്ളാതെ മാറി നിൽക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ഒരാൾക്ക് വേണം. അത് കക്കാഷിക്കുണ്ട്. സ്റ്റാമിന രീതിയിൽ നോക്കുകയാണെങ്കിലും 8th ഗേറ്റ് എന്ന് പറഞ്ഞാൽ നിയർലി ഡെത്ത് ആണ്. അത് നറൂട്ടോ സീരീസ് മാങ്കി കൺഫേം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാമിന വൈസ് ആയിട്ടുള്ള ഡ്യൂറബിലിറ്റി കക്കാഷിക്കാണ് അഡ്വാൻറ്റേജ് കൊടുക്കുന്നത്. ഗൈയുടെ ഫൈനൽ ഫോം ഒബ്വിയസ്ലി കില്ല് ചെയ്യും. അത്രയും രീതിയിലുള്ള ഗേറ്റ് ആണ് തുറക്കുന്നത്. പിന്നെ നമുക്കറിയാം കഥയുടെ ആ ഒരു ഇതനുസരിച്ച് നാറൂട്ടോ എങ്ങനെയാണ് അതിൻ്റെ രീതിയിൽ എടുത്തതെന്ന് നമുക്കറിയാം. സോ അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. സോ ഇനിയിപ്പം മൊത്തത്തിൽ ആര് ജയിക്കുമെന്നുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ സിനോറിയോ നമ്മൾ എടുക്കാം. നോർമൽ വേർഷൻസിലാണെങ്കിൽ ഗൈ ആയിരിക്കും ഈസി വിന്നെന്ന് ഞാൻ പറയുന്നില്ല. നോർമൽ വേർഷൻസിൽ, അതായത് ഞാൻ 8th ഗേറ്റ് ഒഴിവാക്കിയിട്ടുള്ള 7th ഗേറ്റ് വരെയുള്ള രീതിയിൽ ഗൈ തന്നെയാണ് വിത്ത് ഹൈ ഡിഫിക്കൽട്ടി എന്ന് ഞാൻ പറയുള്ളൂ. ഈസി വിന്നല്ല, ബട്ട് ഒരു 51-49 ആ ഒരു രീതിയിൽ നിൽക്കും. ഗൈ തന്നെയാണ് ഹൈ ഡിഫിക്കൽട്ടിയിൽ ജയിക്കാൻ ചാൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ടൈജിറ്റ്സു പ്രഷർ വെച്ചാണ് ഞാൻ പറയുന്നത്. ഇനി സിനേറിയോ നമ്പർ 2 നോക്കാം. എല്ലാവരുടെയും സ്ട്രോങ്ങസ്റ്റ് ഫോമിൽ ഞാൻ പറയുന്നു കക്കാഷിക്കാണ്. കാരണം കക്കാഷി മരിക്കാൻ ചാൻസ് ഇല്ല. 8th ഗേറ്റ് ഓപ്പൺ ആക്കിയാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഇവൻ മരിക്കും, ഗൈ മരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ ഒരു പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല. 8th ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കക്കാഷി മരിക്കും. കക്കാഷിയുടെ ദേഹത്ത് ഒരടി കൊണ്ട് അവൻ വീണു, അത്രേ ഉള്ളൂ. സോ ഇതൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കും. രണ്ടുപേരും മരിക്കും എന്ന് പറയാൻ പറ്റില്ല. എന്നിട്ട് താര വിന്നർ എന്ന് പറയാൻ പറ്റത്തില്ല. സോ സ്ട്രോങ്ങസ്റ്റ് ഫോംസിൽ 8th ഗേറ്റ് ഓപ്പൺ ആക്കിയാൽ ഉറപ്പായിട്ടും ഗൈയും മരിക്കും, കക്കാഷിയും മരിക്കും. കക്കാഷിക്ക് ആകെയുള്ള കൗണ്ടർ എന്ന് പറയുന്നത് കാമോ ഉപയോഗിച്ച് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ബോഡി ആ ഒരു ഫിസിക്കൽ അറ്റാക്സിനെ കൗണ്ടർ ചെയ്യാൻ മാത്രമാണ്. സോ അതെല്ലായ്പ്പോഴും പറ്റണമെന്നില്ല. ഒറ്റൊരാട്ടി കിട്ടിയാൽ മതി, അപ്പം തന്നെ പോകും. അറ്റ് ദ സെയിം ടൈം കാമോയി ഷുരിക്കൻ ഉപയോഗിച്ച് ഗൈനെയും നല്ല രീതിയിൽ അറ്റാക്കിൽ ഓഫൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പെർഫെക്റ്റ് സുസാനോ നല്ല രീതിയിലുള്ള ഡിഫൻസും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 50-51, 49-51 ആ ഒരു റേഷ്യോയിലാണ് സിനേറിയോ 2 നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഫുൾ കനോണിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബേസിലി പറയുകയാണെങ്കിൽ സ്ട്രോങ്ങർ ഫിസിക്കലി ഗൈ തന്നെയാണ്. പക്ഷേ മോസ്റ്റ് ഡേഞ്ചറസ് ഓവറോൾ രീതിയിൽ നോക്കുകയാണെങ്കിൽ കക്കാഷിയാണ്. ബെറ്റർ IQ കക്കാഷിക്കാണ്. ബെറ്റർ ഫൈനൽ അറ്റാക്ക്, അതായത് ഒറ്റയടിക്ക് തീരണമെന്നുണ്ടെങ്കിൽ അത് ഗൈ തന്നെ വിചാരിക്കണം. നൈറ്റ് ഗൈ, 8th ഗേറ്റ് ഗൈ. ആൻഡ് ബെറ്റർ ഓവറോൾ ടൂൾ കിറ്റ് രീതിയിൽ നോക്കുകയാണെങ്കിൽ DMS കക്കാഷി. കാരണം നമ്മൾ ഒരാളെ ജയിച്ചെന്ന് പറയുന്നത് അയാൾ ജീവിച്ചിരിക്കണമല്ലോ. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ DMS കക്കാഷിക്ക് തന്നെയാണ് ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു 1% അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിനെപ്പറ്റി വലിയ പോളുകളെല്ലാം സംഭവിച്ചപ്പോഴും ഈ എല്ലാ ആൾക്കാരും ഈ ഒരു സെയിം അഭിപ്രായത്തോടാണ് യോജിച്ചത്. കാരണം മോസ്റ്റ് കനോൺ ആക്യുറേറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡ്യുവൽ മാങ്കയ്ക്കോൺ ഷരിങ്കലുള്ള കക്കാഷി ഓവറോൾ രീതിയിൽ ഗൈനെ തോൽപ്പിക്കും വിത്ത് എക്സ്ട്രീം ഡിഫിക്കൽട്ടി ഉപയോഗിച്ച് DMS കക്കാഷിക്കാണ് അവിടെ പോസിബിലിറ്റി ഉള്ളത്. അതായത് അവൻ ജീവിക്കുവാനും തോൽപ്പിക്കുവാനും ഒരേപോലെ കഴിയുന്നത്. പക്ഷേ 8th ഗേറ്റ് ഗൈയുടെ കാര്യത്തിൽ ഡിസ്ട്രക്റ്റീവ് പവർ ഉണ്ടെന്ന് മാത്രമല്ല അദ്ദേഹവും കൂടെ മരിക്കും. അങ്ങനെ ഒരു, അല്ലെങ്കിൽ അത് ഭയങ്കര യുണീക്ക് കേസ്, നമ്മുടെ വാളർക്ക് സംഭവിച്ച പോലെ ഭയങ്കരമായിട്ടുള്ള യുണീക്ക് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അത് സംഭവിക്കണം. ആ ഒരാളെ രക്ഷിക്കാൻ വരണം, ആ ഒരു സെറ്റപ്പ് വേണം. സോ അങ്ങനെ നോക്കുകയാണെങ്കിലോ ഇപ്പം നിങ്ങൾക്ക് ഒരു മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡിബേറ്റ് ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, DMS കക്കാഷിക്കാണ് ഒരു സ്ലൈറ്റ് എക്സ്ട്രീം ഹൈ ഡിഫിക്കൽട്ടി എന്ന് പറയുള്ളൂ ഞാൻ. ഗൈനെ ചുമ്മാ അല്ല, എക്സ്ട്രീം ഹൈ ഡിഫിക്കൽട്ടിയിലൂടെ DMS കക്കാഷിക്ക് ഒരു സ്ലൈറ്റ് എഡ്ജ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ഓൺ ബിലോ. അപ്പോൾ ഇതുപോലത്തെ 1 vs 1 ബാറ്റിലുമായിട്ട് ഇനിയും വരുന്നതുവരെ ടാറ്റ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. I told you long ago